शुभं करोतु कल्याणम् आरोग्यं धनसम्पदः लक्ष्मीः कौस्तुभपारिजातकसुरा धन्वन्तरिश्चन्द्रमा धेनुकामदुघासुरेश्वरगजो ब्रह्मादिदेवाङ्गना अश्वः सप्तमुखो विषं हरिधनु शङ्खो मृतं चाम्बुधे रत्नानीति चतुर्दश प्रतिदिनं कुर्वन्तु नो मङ्गलम् कुर्वन्तु नो मङ्गलम् कुर्वन्तु नो मङ्गलम्. നമസ്കാരം, ജീവധാരയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് വേനൽക്കാലത്തെ ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. നമ്മളുടെ 12 മാസത്തെ 6 ഋതുക്കളായും നമ്മൾ തരംതിരിച്ചിരിക്കുന്നു. ആയുർവേദത്തിൽ 2 അയനങ്ങളെ പറ്റി പറയുന്നുണ്ട്. സൂര്യൻ്റെ ഗതിക്കനുസരിച്ച് കാലത്തെ 2ആയി തരംതിരിച്ചിരിക്കുന്നു. സൂര്യൻ വടക്കോട്ട് ദിശ മാറി സഞ്ചരിക്കുന്നതിനെ ഉത്തരായനമെന്നും തെക്കോട്ട് ദിശ മാറി സഞ്ചരിക്കുന്നതിനെ ദക്ഷിണായനമെന്നും പറയുന്നു. നമ്മളുടെ ഈ മാസങ്ങൾ, അതായത് കുംഭം മീനം മാസങ്ങൾ വരുന്നത് ഗ്രീഷ്മ ഋതുചര്യ, അതായത് ഈ വേനൽക്കാലത്താണ്. നമ്മുടെ കാലഗണനയിലെ ഏറ്റവും ചൂടുള്ള മാസങ്ങളാണ് ഈ വേനൽക്കാലം. അതായത് നമ്മുടെ ശരീരത്തിലെ ബലം കുറഞ്ഞു വരികയും നമ്മുടെ ബലത്തെ പുറത്തേക്ക് എടുത്തു കളയുകയും ചെയ്യുന്ന മാസങ്ങളാണ് ഈ കുംഭം മീനം മാസം ഉൾപ്പെടുന്ന വേനൽക്കാലം. ഇതിന് ആദാന കാലമെന്നും പേർ പറയുന്നു. നമ്മുടെ ശരീരത്തിലെ ബലം കുറച്ചിട്ട്, അതായത് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ചൂട് കൂടുതലായതുകൊണ്ട് തീക്ഷ്ണങ്ങളായ ഗുണങ്ങളുള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ശീതഗുണങ്ങളെല്ലാം പുറത്തേക്ക് തള്ളിക്കൊണ്ട് നമ്മുടെ ബലത്തെ കുറയ്ക്കുന്ന മാസങ്ങളാണ് ഈ കുംഭം മീനം മാസം. ഈ കുംഭം മീനം മാസത്തിൽ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിൽ വളരെയേറെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. വേനൽക്കാലത്ത് സൂര്യനും വായുവിനും ഉഷ്ണതീക്ഷ്ണ ഗുണങ്ങൾ കൂടുതലായതുകൊണ്ട് നമ്മൾ ശീതമായ ലഘു, ഏറ്റവും പെട്ടെന്ന് ദഹിക്കുന്നതും ശീതവുമായ അന്നപാനങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെ മധുരരസമുള്ള ആഹാര സാധനങ്ങളും ശീതഗുണമുള്ളതുമായ ആഹാര സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കണം. തണുത്ത വെള്ളത്തിൽ കുളിക്കുകയും തണുത്ത വെള്ളം തിളപ്പിച്ചാറ്റിയ നല്ല വെള്ളം കുടിക്കുകയും ചെയ്യണം. ഗ്രീഷ്മ ഋതുചര്യയിൽ ആചാര്യന്മാർ അതുപോലെ തന്നെ എന്തൊക്കെ തരത്തിലുള്ള ആഹാരങ്ങൾ നമ്മൾ സേവിക്കണം, എങ്ങനെയൊക്കെയുള്ള വിഹാരങ്ങൾ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതിനെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നു. നമ്മൾ തീർച്ചയായും നമ്മുടെ ശരീരത്തിലെ ഉഷ്ണം കൂട്ടുന്ന അല്ലെങ്കിൽ നമ്മളുടെ പിത്തത്തെ കൂട്ടുന്ന ആഹാരങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ഋതുവായ വസന്ത ഋതുവിൽ കഫത്തെ സഞ്ചയിക്കുന്നത് പോലെ തന്നെ ഇവിടെ കഫം സഞ്ചയിക്കുകയും വാദം പ്രകോപിക്കുകയും ചെയ്യും. എന്നാൽ പുറത്തുള്ള അന്തരീക്ഷത്തിൽ ചൂട് കൂടുതലാൽ വാദം സഞ്ചയിക്കുക മാത്രമേ ചെയ്യുള്ളൂ, പ്രകോപിക്കത്തില്ല. അതായത് അതുകൊണ്ട് രോഗങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസുകൾ കുറവാണ്. പക്ഷേ എന്നാലും നമ്മുടെ ശരീരത്തിൽ ശീതമായ തണുപ്പുള്ള ആഹാര സാധനങ്ങൾ ഉപയോഗിക്കാനുള്ള ശ്രദ്ധിക്കണം. നമുക്ക് ഓരോന്നായി നോക്കാം. അതായത് ആഹാരം എങ്ങനെ, വിഹാരം എങ്ങനെ എന്നുള്ളത്. ആഹാരം എന്നുള്ളത് നമ്മൾ എന്താണ് ഈ വേനൽക്കാലത്ത് കഴിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് പ്രതിപാദിക്കാം. ആദ്യമായി തന്നെ നന്നായി ദഹിക്കുന്ന, എളുപ്പം ദഹിക്കുന്ന ചെന്നല്ലരി ചോറ്, അത് നമുക്ക്, അതായത് കുത്തരി ചോറാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ അവസരത്തിൽ കഴിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ നന്നായി വെള്ളം കുടിക്കണം. 8-10 ഗ്ലാസ് വെള്ളം, ഒരു നല്ല തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഈ വേനൽക്കാലത്ത് നമ്മൾ സേവിക്കേണ്ടത്. അതുപോലെ തന്നെ പഴച്ചാറുകൾ നമ്മൾ ജ്യൂസായോ അല്ലെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം ചേർത്ത് ജ്യൂസായോ കഴിക്കുവാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അധികം പുളിയുള്ള നാരങ്ങാ വെള്ളം, അങ്ങനെ സർബത്ത്, നറുനീണ്ടി സർബത്ത്, അങ്ങനെയുള്ള ആഹാര സാധനങ്ങളാണ് നമ്മൾ ഈ മാസങ്ങളിൽ അനുവർത്തിക്കേണ്ടത്. അതുപോലെ തന്നെ വിഹാരങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പകൽ വെച്ചാൽ ഏകദേശം ഒരു 11 മണി തൊട്ട് 3 മണി വരെ നമ്മൾ പുറത്തിറങ്ങുവാൻ സൂക്ഷിക്കുക. ഏതെങ്കിലും അസുഖമുള്ളവർ പുറത്ത് ഇറങ്ങി നമ്മുടെ ശരീരത്തിനകത്തെ ചൂട് കൂടുന്നത് നമുക്ക് ആപത്താണ്. അതുപോലെ തന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞ് ഉഷ്ണമായ സ്ഥലത്ത് നിന്നും തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ നേരെ ഫാനിൻ്റെ അടിയിലോ അല്ലെങ്കിൽ AC റൂമിലോ ഇരിക്കാൻ ശ്രമിക്കരുത്. അത് കൂടുതൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള ദോഷത്തെ ഉദ്ദീപിക്കുന്നതാണ്.
അതുപോലെ തന്നെ കുറച്ച് വേർപ്പാറിയതിന് ശേഷം മാത്രം നമ്മൾ തണുത്ത വെള്ളം ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കണം. അടുത്തത് ഉച്ചവെയിൽ കഴിവതും ഒഴിവാക്കുക. ഉച്ച സമയത്തുള്ള വിശ്രമം ഈ ഋതുവിൽ ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഈ പറഞ്ഞിരിക്കുന്ന 6 ഋതുക്കളിൽ ആചാര്യന്മാർ നിഷ്കർഷിക്കുന്ന പകലുറക്കം നിഷ്കർഷിക്കുന്ന ഏക ഋതു ഗ്രീഷ്മ ഋതുവാണ്. അതായത് ഈ കുംഭമീന മാസം ഉൾപ്പെടുന്ന ഋതുവിലാണ് പകലുറക്കം ആചാര്യന്മാർ നിഷ്കർഷിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കഠിനാധ്വാനം ഒഴിവാക്കുക. നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം നമുക്ക് പകൽ ഉറങ്ങാൻ കുറച്ച് സമയം ഉറങ്ങുവാനുള്ള അനുവാദം ആചാര്യന്മാർ ഈ ഋതുവിൽ തരുന്നുണ്ട്. ചൂടുവെള്ളത്തിൽ കുളിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. നാൽപ്പാമരമോ രാമച്ചമോ ഇട്ട് തിളപ്പിച്ച അല്ലെങ്കിൽ ഇട്ട് വെച്ച വെള്ളത്തിൽ നമുക്ക് കുളിക്കാൻ നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ആഹാരത്തിലും അതുപോലെ തന്നെ നെല്ലിക്ക തുടങ്ങിയ സാധനങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി ആഹാരം കഴിക്കുക. അതുപോലെ തന്നെ രാത്രി ഉറക്കമിളക്കരുത്. അതും ഈ വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇനി ആഹാരങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളമുള്ള ആഹാര സാധനങ്ങൾ കൂടുതലായിട്ട് കഴിക്കുവാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ തണ്ണിമത്തൻ അല്ലെങ്കിൽ വെള്ളരി അങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ, അതുപോലെ തന്നെ ചേന മുതലായ ആഹാരങ്ങൾ പഥ്യമാക്കുക. കിഴങ്ങ് വർഗ്ഗങ്ങൾ അധികമായി ഉപയോഗിക്കരുത്. എരിവും പുളിയുമുള്ള ആഹാര സാധനങ്ങൾ അധികമായി ഉപയോഗിക്കരുത്. നമ്മുടെ ശരീരത്തിന് എളുപ്പം ദഹിക്കുന്ന എന്നാൽ നമ്മുടെ ശരീരത്തിന് തണുപ്പ് നൽകുന്നതുമായ ആഹാര സാധനങ്ങൾ ഈ വേനൽക്കാലത്ത് ഉപയോഗിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കിനിയും ഈ വേനൽക്കാലത്ത് നമ്മളെ അഫക്റ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ പിടിപെട്ടേക്കാവുന്ന അസുഖങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഏറ്റവും കൂടുതൽ ഈ ചൂട് കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ നിന്നും ജലാംശം നഷ്ടമാകുന്ന സമയമാണ്. അതുകൊണ്ട് ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജ്ജലീകരണമാണ് നമ്മുടെ ശരീരത്തിന് സംഭവിക്കുക. അപ്പോൾ വെള്ളം 8-10 ഗ്ലാസ് വെള്ളം കുടിക്കുവാൻ ആചാര്യന്മാർ നിഷ്കർഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കാതെ ഇരുന്നാൽ നമുക്ക് മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല തിളപ്പിച്ചാറ്റിയ വെള്ളം നമ്മൾ കുടിക്കുവാൻ ശ്രദ്ധിക്കണം. പിന്നെ മൂത്രത്തിൽ അണുബാധ ഉണ്ടാകുവാനും ഈ കാലഘട്ടത്തിൽ ചാൻസ് ഉള്ളതാണ്. അതായത് UTI യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനാണ് ഇതിൻ്റെ മറ്റൊരു ഈ വേനൽക്കാലത്തുണ്ടാകുന്ന ഒരു രോഗം. അതായത് നമ്മൾ അതിന് ശ്രദ്ധിക്കേണ്ടത് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക, നന്നായി തണുപ്പിച്ച വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ മൂത്രാശയ അണുബാധ ഉണ്ടായാൽ നമുക്ക് എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുകയും വേണം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കുറച്ച് ഉണക്കമുന്തിരി നന്നായി കഴുകി പിഴിഞ്ഞ് ആ വെള്ളം കുടിക്കുവാനും നമ്മുടെ മൂത്രത്തിനകത്തെ pH നിലനിർത്തുവാൻ ഏറ്റവും സഹായകമാണ്. ഇനിയും അടുത്ത വേറൊരു പകർച്ചവ്യാധികളാണ്. പകർച്ചവ്യാധികളായ ചിക്കൻ പോക്സ്, മഞ്ഞപ്പിത്തം എന്നിവ വളരെ മറ്റുള്ളവരിൽ നിന്നും പെട്ടെന്ന് പകരുവാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഈ വേനൽക്കാലം. സോ അതുകൊണ്ട് നമ്മുടെ ആരോഗ്യ സംരക്ഷണം, നമ്മുടെ ദേഹ സംരക്ഷണം നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട കാലവുമാണ് വേനൽക്കാലം. 2 നേരം കുളി ഏറ്റവും അത്യാവശ്യമാണ്. പിന്നെ ഈ രോഗം പിടിപെട്ടവരുമായുള്ള സമ്പർക്കം കഴിവതും ഒഴിവാക്കുക. തുടക്കത്തിലെ ചികിത്സിച്ച് തന്നെ അതിൻ്റെ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതിരിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് അമിത വിയർപ്പാണ്. ഈ വേനൽക്കാലത്തെ അടുത്ത ഒരു അവസ്ഥയാണ് അമിത വിയർപ്പ്. അമിത വിയർപ്പിനും പിന്നെ ചുടുകുരുവുമാണ്. ഇത് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന് ഇതിനും ഏറ്റവും പ്രധാനം 2 നേരമുള്ള കുളി തന്നെയാണ്. അതുപോലെ തന്നെ ത്രിഫലത്തോടിട്ട് തിളപ്പിച്ച് ആർച്ച വെള്ളത്തിൽ നമുക്ക് കുളിക്കാവുന്നതാണ്. നാൽപ്പാമരം ഇട്ട വെള്ളത്തിൽ, രാമച്ചം ഇട്ട വെള്ളത്തിൽ നമുക്ക് കുളിക്കാവുന്നതാണ്. അങ്ങനെ ചൂടുകുരുവും അമിത വിയർപ്പ് കൊണ്ടുണ്ടാകുന്ന അണുബാധകളും നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കും. അങ്ങനെയല്ല നമ്മൾ ചൊറിയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഇതിന് ഏറ്റവും പെട്ടെന്ന് വൈദ്യസഹായം തേടുകയും ചെയ്യേണ്ടതാണ്. അടുത്തതായി ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കാലയളവിലാണ് സൂര്യാഘാതത്തിന് ചാൻസ് ഉള്ളത്. സൂര്യൻ ഏറ്റവും കൂടുതൽ ചൂടുള്ള സമയത്താണ് ഈ വേനൽക്കാലം. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള അറിയിപ്പ് പ്രകാരം ഈ വേനൽ വളരെ ചൂടുള്ളതാണ്. നമുക്ക് ഇപ്പോൾ കണിക്കൊന്നയും മാവും ഒക്കെ നേരത്തെ പൂത്തത് കൊണ്ട് ചൂട് ഇപ്പോൾ തന്നെ തുടങ്ങിയെന്നാണ്. നമുക്ക് കുംഭമീന മാസത്തിലേക്ക് നമ്മൾ കടക്കുന്നതേ ഉള്ളൂ. എങ്കിലും നന്നായിട്ട് ഈ സൂര്യാഘാതം, അതായത് അത് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ കൈനീളമുള്ള വസ്ത്രം ധരിക്കുവാനും നമ്മുടെ തലയിൽ എന്തെങ്കിലും തോർത്തോ അങ്ങനെയുള്ളത് കൊണ്ട് ഇറങ്ങുവാനും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് 11 മണി തൊട്ടും 3 മണി വരെയും കഴിയുന്നതും പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ഇറങ്ങുകയാണെങ്കിൽ തന്നെ ഏതെങ്കിലും മരത്തിൻ്റെ തണലിൽ നിന്ന് ജോലി ചെയ്യുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. ഇനി മറ്റൊരു കാര്യം നമ്മളിവിടെ വിട്ടുപോയത് പറയാൻ, അതായത് മദ്യപാനത്തെ പറ്റിയിട്ടാണ്. നമ്മുടെ സാധാരണ ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ഈ മദ്യപാനം ആചാര്യന്മാർ അനുവദിക്കുന്നില്ല എന്ന് ഏവർക്കും അറിയാം. എന്നാൽ പക്ഷേ നമ്മൾ ഇവിടെ ആചാര്യന്മാർ പറയുന്നത് തീരെ വളരെ കുറച്ച് മാത്രം അളവിൽ മദ്യം കഴിക്കുവാനും അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ധാരാളം വെള്ളം ചേർത്ത് കഴിക്കുവാനും പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ മദ്യം, അതായത് സാധാരണയുള്ള മദ്യം ഒഴിവാക്കിയിട്ട് ബിയർ കഴിക്കുന്ന ഒരു ശീലം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അത് തിരിച്ചും തെറ്റാണ്. കാരണം ബിയറിൽ നമ്മൾ തീരെ വെള്ളം ഒഴിക്കുകയേ ചെയ്യുന്നില്ല. കാരണം അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും മദ്യപാനം വർജിക്കുക. പിന്നെ കഴിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ധാരാളം വെള്ളം ചേർത്ത്
കുറച്ച് അളവിൽ മാത്രം മദ്യം കഴിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇതിൻ്റെ മദ്യപാനത്തിന് ഈ വേനൽക്കാലത്ത് മദ്യപാനം കഴിക്കുവാനുള്ള ഒരു ദോഷവശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിനകത്തെ ആന്തരിക അവയവങ്ങളിൽ ഇൻഫ്ലമേഷൻ, അതായത് വീക്കം ഉണ്ടാകുവാനാണ് ചാൻസ്. അത് കൂടുതൽ മറ്റുള്ള രോഗങ്ങളിലേക്ക് അതിനെ കൊണ്ടുപോകും. കാരണം നമ്മുടെ ശരീരത്തിലെ മദ്യത്തിന് തന്നെ തീക്ഷ്ണ ഗുണമാണ് നമ്മുടെ സ്നിഗ്ധഗുണമായ ഓജസ് കുറയ്ക്കുകയും വേനൽക്കാലത്ത് അല്ലെങ്കിൽ തന്നെയും നമ്മുടെ ശരീരത്തിലെ ബലം കുറഞ്ഞിരിക്കുന്ന അവസ്ഥയും നമ്മുടെ സ്നിഗ്ധദ്രവ്യങ്ങളെല്ലാം കുറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അതായത് കഫമാണ് നമുക്ക് ആരോഗ്യം അല്ലെങ്കിൽ ബലം തരുന്നത്. ആ കഫം കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ പിന്നെയും നമ്മൾ തീക്ഷ്ണമായ ദ്രവ്യങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം ക്ഷയിക്കുന്നതാണ്. അതുകൊണ്ട് മദ്യപാനം ശീലമാക്കിയിട്ടുള്ളവർ ഈ വേനൽക്കാലത്ത് തീർച്ചയായും അത് ഒഴിവാക്കേണ്ടതാണ്. ആയുർവേദത്തിൽ അതുപോലെ തന്നെ ഗ്രീഷ്മ ഋതുചര്യയിൽ നമ്മൾ ചില ആഹാരങ്ങൾ പ്രത്യേകമായി ആചാര്യൻ പറയുന്നുണ്ട്. അവയിലൊന്നാണ് ജാങ്കല മാംസം കൂട്ടി ആഹാരം കഴിക്കണമെന്ന് പറയുന്നതും അതുപോലെ കൊഴുപ്പില്ലാത്ത സൂപ്പ് കഴിക്കുവാനും ആചാര്യൻ നിഷ്കർഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പ്രിപ്പറേഷൻസ്, അതായത് കുറച്ച് യോഗങ്ങൾ, രാഗം, ഷാഡവം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പാനകങ്ങൾ എന്ന് പറഞ്ഞാൽ പഴഞ്ചാറ് കൊണ്ടുണ്ടാക്കുന്ന കുറച്ച് കുടിക്കുവാനുള്ള പാനകങ്ങളും ആചാര്യൻ നിഷ്കർഷിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആചാര്യൻ പറയുന്നുണ്ട് തണുത്ത മാഹിഷ ക്ഷീരം, പഞ്ചസാര നന്നായി ചേർത്ത മാഹിഷം എന്ന് പറഞ്ഞാൽ എരുമപ്പാൽ കുടിക്കുവാനും ആചാര്യൻ നിഷ്കർഷിക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ആചാര്യൻ പറയുന്നത് ശശാങ്ക കിരണം എന്നാണ്. ശശാങ്ക കിരണം എന്ന് വെച്ചാൽ നമ്മൾ ചന്ദ്രൻ്റെ രശ്മി ഏറ്റുകിടക്കുന്ന ജലം കുടിക്കുവാനും ആചാര്യൻ നിഷ്കർഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ലഘുവായി പെട്ടെന്ന് ദഹിക്കുന്ന ആഹാരങ്ങൾ, ശരീരത്തിന് തണുപ്പ് കിട്ടുന്ന പെട്ടെന്ന് ലഘുവായിട്ട് ദഹിക്കുന്ന ആഹാരങ്ങൾ കഴിക്കുവാനാണ് ആചാര്യൻ കൂടുതലായിട്ടും പറയുന്നത്. ഇനി മറ്റൊരവസ്ഥ അലർജി അല്ലെങ്കിൽ ശ്വാസകോശ രോഗങ്ങളാണ്. നമ്മൾ ഈ വേനൽക്കാലത്താണ് ഏറ്റവും കൂടുതൽ ചെളി പൊടിയായി മാറി നമുക്ക് അലർജി ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മാസ്ക് ധരിക്കുകയോ അല്ലെങ്കിൽ അലർജി ഉണ്ടാകുമ്പോൾ തന്നെ മരുന്ന് സേവ ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. കാരണം അലർജിയും ആസ്മയും പോലുള്ള ആൾക്കാർ ഈ പൊടിയുടെ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ വേനൽക്കാലത്ത് ആണ് ദുരിതം അനുഭവിക്കുന്നത്. അതുകൊണ്ട് അവർ ഏറ്റവും കൂടുതൽ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ട പ്രതിവിധികൾ എടുക്കുകയും ഒരു തുമ്മൽ തുടങ്ങുമ്പോൾ തന്നെ വേണ്ട വൈദ്യസഹായം തേടുകയും ചെയ്യേണ്ടതാണ്. അടുത്ത് വരുന്നത് കണ്ണുകൾക്കുണ്ടാകുന്ന അണുബാധ അല്ലെങ്കിൽ കൺജങ്ക്റ്റിവൈറ്റിസ് ആണ്. ഏറ്റവും കൂടുതൽ കണ്ണുദീനം അങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നതും ഈ വേനൽക്കാലത്ത് തന്നെയാണ്. നമുക്ക് അണുബാധയുണ്ടാകുവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മളുടെ കണ്ണ് നമ്മുടെ കൈകൊണ്ട് സ്പർശിക്കുവാൻ പാടില്ല. നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ അലർജിയുള്ള അത് നമ്മൾ നേരെ കണ്ണിലേക്ക് സ്പർശിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിനും കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന രോഗം ഉണ്ടാകുന്നതാണ്. അതിനും നമ്മൾ ചെയ്യേണ്ട നല്ല ശുദ്ധമായ ജലത്തിൽ നമ്മൾ കണ്ണ് 2-3 വട്ടം കഴുകേണ്ടതാണ്. അതുപോലെ തന്നെ ത്രിഫലത്തോടിട്ട് തിളപ്പിച്ച വെള്ളം അരിച്ച് കണ്ണ് കഴുകുവാനും ശ്രദ്ധിക്കണം. ഇങ്ങനെ നമ്മൾ പല വിധത്തിൽ നമ്മൾ എന്തൊക്കെ ആഹാരങ്ങൾ അനുവർത്തിക്കണമെന്നും എന്തൊക്കെ വിഹാരങ്ങൾ അനുവർത്തിക്കണമെന്നും ആചാര്യന്മാർ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശരീരത്തിന് ഉതകുന്നത് ഓരോ വ്യക്തിക്കും ഓരോ രീതിയിലാണ് ഏത് ആഹാരമാണ് ഉതകുന്നതെന്ന് നോക്കുക. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തിന് സ്നിഗ്ധമായ അല്ലെങ്കിൽ നമുക്ക് ബലത്തെ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ, പാലും പാലുൽപ്പന്നങ്ങളും നമുക്ക് തീർച്ചയായും ഈ സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരത്തിലെ ദുർഗന്ധം അകറ്റുവാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള രാമച്ചം എന്നിവയിട്ട വെള്ളത്തിൽ കുളിക്കുകയും നമ്മൾ തണുപ്പുള്ള അകത്ത് ഉള്ള നമ്മുടെ ദ്രാക്ഷാദി, അതായത് മുന്തിരിങ്ങയോട് ചേർന്ന ഒരു യോഗമുണ്ട്, ആ ദ്രാക്ഷാദിയോ ഗുളൂച്ചിയോ അങ്ങനെയുള്ള കഷായങ്ങൾ നമുക്ക് ഈ കാലയളവിൽ സേവിക്കാവുന്നതാണ്. ഇനിയും അടുത്തത് നമ്മുടെ വസ്ത്രധാരണത്തിലുള്ള ശ്രദ്ധയാണ്. നമ്മൾ ഈ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കോട്ടൺ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ കോട്ടണോ ലിനനോ ഉള്ള വസ്ത്രങ്ങൾ ധരിക്കുവാൻ ശ്രദ്ധിക്കുക. അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുവാൻ ശ്രദ്ധിക്കുക. നൈലോൺ അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കുക. അയഞ്ഞ വസ്ത്രങ്ങളും കോട്ടൺ വസ്ത്രങ്ങളും നമ്മുടെ ശരീരത്തിലെ ചൂടിനെ കുറയ്ക്കുവാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള എന്തെങ്കിലും ക്രീമുകളോ അല്ലെങ്കിൽ പിണ്ടതൈലം അങ്ങനെയുള്ള മരുന്നുകളോ പുരട്ടി നമ്മളുടെ ശരീരത്തിൻ്റെ ആ സ്നിഗ്ധത നിലനിർത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് കേശ സംരക്ഷണവും പാദ സംരക്ഷണവും. ഈ അഴുക്കും പൊടിയും ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ മുടിയിലുമൊക്കെ അഴുക്ക് വന്ന് അടിഞ്ഞുകൂടി നമുക്ക് കൂടുതൽ കേശത്തിനും ദോഷം സംഭവിക്കുന്ന കാലങ്ങളാണ് ഈ കുംഭമീനം ചൂടുള്ള മാസം. നമ്മുടെ വേർപ്പടിഞ്ഞും നമുക്ക് കുരുക്കളൊക്കെ വരുന്ന സമയങ്ങളാണ്. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തല നന്നായിട്ട് വൃത്തിയായി കഴുകുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പാദ സംരക്ഷണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഏതെങ്കിലും തൈലം, പിണ്ടതൈലമോ അല്ലെങ്കിൽ നമ്മുടെ നാൽപ്പാമരാതി തൈലമോ ഒക്കെ തേച്ചിട്ട് കാലിനും സ്നിഗ്ധത വരുത്തുകയും നന്നായി അയവുള്ള പാദ സംരക്ഷണം, അതായത് ചെരുപ്പുകളൊക്കെ ധരിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കണം. വായു കടക്കത്ത വിധത്തിലുള്ള ചെരുപ്പുകൾ ധരിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സോക്സ് പറ്റുമെങ്കിൽ കഴിവതും ഈ കാലയളവിൽ നമ്മൾ ഒഴിവാക്കേണ്ടതുമാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ചൂട് പുറത്തേക്ക് വിടുന്ന വസ്ത്രങ്ങൾ ധരിക്കുവാനും
പാദസംരക്ഷണം, അതായത് പാദുകങ്ങൾ ധരിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വസ്ത്രധാരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു, എന്നാലും 2-3 കാര്യങ്ങളും കൂടി ഓർമ്മിപ്പിക്കാം. അതായത് നമ്മൾ കുട്ടികൾക്ക് തീർച്ചും അതായത് അയഞ്ഞ വസ്ത്രങ്ങൾ, കോട്ടൺ വസ്ത്രങ്ങൾ തന്നെ ധരിക്കുവാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ഉള്ളിലുള്ള അടിവസ്ത്രങ്ങളും കോട്ടൺ അടിവസ്ത്രങ്ങൾ ധരിക്കുവാൻ ശ്രദ്ധിക്കണം. പിന്നെ നന്നായിട്ട് ഉണക്കിയെടുത്ത വസ്ത്രങ്ങൾ, അതായത് അതുപോലെ തന്നെ നനച്ച് ഉണക്കിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. പിന്നെ അണുബാധ ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ കുടിക്കുന്ന വെള്ളത്തിലും കുളിക്കുന്ന വെള്ളത്തിലുമൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് നമ്മൾ അണുബാധ ഉണ്ടാവാതെ മറ്റുള്ളവർക്ക് അസുഖമുള്ളവർ കുളിച്ചത് ചിക്കൻ പോക്സ് പോലെയുള്ള ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുന്നത് പോലെ തന്നെ അവരുപയോഗിച്ച വസ്ത്രങ്ങളും അല്ലെങ്കിൽ അവരുപയോഗിച്ചതും ഒക്കെ നന്നായിട്ട് അണുബാധ അണുനശീകരണം കൊണ്ട് കഴുകി വൃത്തിയായി സൂക്ഷിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കോട്ടൺ വസ്ത്രങ്ങൾ, പരുത്തി, കോട്ടൺ അല്ലെങ്കിൽ ലിനൻ വസ്ത്രങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഈ വേനൽക്കാലത്ത് ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കണം. നമ്മൾ ആയുർവേദത്തിൽ പിന്നെയും പറയുന്നുണ്ട്, നമ്മുടെ മട്ടുപ്പാവിൽ അല്ലെങ്കിൽ മട്ടുപ്പാവിൽ കിടന്നുറങ്ങുവാൻ പറഞ്ഞിരിക്കുന്ന ഒരു സമയം കൂടിയാണ് വേനൽക്കാലം. നമ്മൾ പുറത്ത്, അതായത് ആകാശത്തിൽ സൂര്യൻ ചന്ദ്രൻ്റെ ശീതളിമയെ ആസ്വദിച്ചുകൊണ്ട് കിടന്നുറങ്ങുവാൻ പറയുന്ന സമയവുമാണ്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള ഗീതങ്ങളും വാദ്യങ്ങളും ഒക്കെ കേട്ടുകൊണ്ട് നമ്മൾ കിടക്കുവാൻ പറയുന്ന സമയവുമാണ്. അതായത് നമ്മുടെ മനസ്സിന് എന്തൊക്കെയാണോ ആഹ്ലാദകരമായിട്ടുള്ളത് അവ ചെയ്യുവാൻ നിഷ്കർഷിക്കുന്ന മാസങ്ങളാണ് ഈ വേനൽക്കാലം അല്ലെങ്കിൽ ഗ്രീഷ്മ ഋതുചര്യയിൽ ഉൾപ്പെടുന്ന കുംഭം മീനം മാസം. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം നമ്മുടെ നാടുകളിൽ കുംഭമാസത്താണ് ഏറ്റവും കൂടുതൽ ഉത്സവങ്ങൾ അരങ്ങേറുന്നത്. സോ അങ്ങനെ നമ്മുടെ ശരീരത്തിന് മനസ്സിനും ആരോഗ്യകരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ വേനൽക്കാലം നമുക്ക് തള്ളി നീക്കാനാണ് ആചാര്യന്മാർ നിഷ്കർഷിക്കുന്നത്. പിന്നെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എന്താണോ ഒരു മനുഷ്യന് വേണ്ടത് അത് അവനവന് മാത്രമേ അവനവൻ്റെ എന്തൊക്കെയാണോ അനുവർത്തിക്കേണ്ടത് എന്ന് മനസ്സിലാവുകയുള്ളൂ. തീർത്തും നമ്മൾ പകലുറക്കം പാടുള്ള അനുവദനീയമായ ഒരു കാലമാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ബലം കുറയുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ള ബലം സംരക്ഷിക്കപ്പെടേണ്ട കാലവും കൂടിയാണ് ഈ വേനൽക്കാലം. അതിനാൽ ആചാര്യൻ പറഞ്ഞിരിക്കുന്ന ആഹാരവും ആചാരവും ചേഷ്ടയും ഹിതമായി സേവിക്കേണ്ട കാലമാണ്. ഇതിന് വാദസഞ്ചയത്തിന് ഒന്നുമേ ഹേതുമാകാതെ നമ്മൾ കഴിക്കുന്ന ആഹാരമോ ചെയ്യുന്ന വിഹാരമോ ഒന്നുമേ വാദം കൂട്ടുവാൻ അല്ലെങ്കിൽ വാദം സഞ്ചയിക്കുവാനുള്ള കാരണമായി തീരാതെയുള്ള പ്രവൃത്തികൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടതാണ്. ആചാര്യൻ പറയുന്നത് ഇങ്ങനെയാണ്: ആഹാര ആചാര ചേഷ്ടാസു സുഖാർത്ഥി പ്രേത്യചേഹ പരം പ്രയത്നമാദിഷ്ടേത് ബുദ്ധിമാൻ ഹിതസേവനെ. അത് ഹിതമായ സേവനം കൊണ്ട് ഇവയൊക്കെ അനുവർത്തിക്കുകയാണ്, ആഹാരവും ആചാരവും ചേഷ്ടയും അനുവർത്തിക്കുകയാണെങ്കിൽ ഈ ലോകത്തിലും പരലോകത്തിലും സുഖം ലഭിക്കുമെന്ന് ആചാര്യൻ പറഞ്ഞിരിക്കുന്നു. ജീവധാരയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു വിഷയവുമായി അടുത്ത ആഴ്ച നമുക്ക് ജീവധാര കാണാം. सर्वेषां शान्तिर्भवतु, सर्वेषां शान्तिर्भवतु, सर्वेषां पूर्णं भवतु, सर्वेषां पूर्णं भवतु, सर्वेषां मङ्गलं भवतु, सर्वे भवन्तु सुखिनः.